ഇപ്പോൾ തിരുവല്ലം സ്റ്റേഷനിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. ഷഹര ഷാജിയുടെ ആത്മഹത്യക്ക് പിന്നാലെ പ്രതികളെ എത്തിച്ചതിനിടെ ഷഹനയുടെ ബന്ധുക്കളും നാട്ടുകാരും ഇപ്പോൾ പുറത്ത് പ്രതിഷേധിക്കുകയാണ്. ഒരു സംഘർഷ സാഹചര്യം അവിടെയുണ്ട്. പോലീസുമായി ഉന്തും തള്ളും ഉണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ദൃശ്യങ്ങളിൽ. ഷഹനയുടെ ബന്ധുക്കൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. അല്പം മുൻപാണ് ഈ പ്രതികളെ സ്റ്റേഷനിലെത്തിച്ചത്. ഇപ്പോൾ ഈ പ്രതികളെ പുറത്തിറക്കുന്നത് കാണാം വൈദ്യപരിശോധനയ്ക്കായി. അതിനിടെയാണ് ഷഹനയുടെ ബന്ധുക്കളുടെ ഒരു പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവല്ലം പോലീസ് സ്റ്റേഷന് പുറത്ത് അഞ്ജു ജയപ്രകാശ് ആയിരുന്നു. അഞ്ജു, ഇവരെ ഇപ്പോൾ മെഡിക്കലിന് കൊണ്ടുപോവുകയാണ്. കനത്ത സുരക്ഷയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? ും കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം തുടരുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് കേരള പോലീസിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുമ്പോൾ തന്നെ ഈ പ്രതികൾക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. കുടുംബാംഗങ്ങളടക്കം കുട്ടിയുടെ ഷഹനയുടെ മാതാവ് അടക്കം ഇവിടെ സ്ഥലത്തുണ്ട്. പോലീസുകാരെ തിരുവല്ലം സ്റ്റേഷൻ പരിധിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാലും നാട്ടുകാരുടെ പ്രതിഷേധം അത് വലിയ തരത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും ഈ 26-ാം ദിവസമാണ് ഈ പ്രതികളെ ഒളിവിലിരുന്നിട്ട് പോലീസ് സംഘം പിടികൂടുന്നത്. അതടക്കം കണക്കിലെടുത്തിട്ടാണ് നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും അടക്കം പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇപ്പോ അഞ്ജു, നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. ഷഹനയുടെ ബന്ധുക്കൾ, അമ്മ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടല്ലോ, അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. നിങ്ങൾ പോലീസൊന്നും വേണ്ട, ഞങ്ങളെ പൊന്നുമോളെ കൊന്നവളാ. പോലീസ് ഇല്ല, ഞങ്ങൾ കൊടുക്കുമായിരുന്നല്ലോ രണ്ടടി. അത് തന്നെ അവരെ പിടിച്ചോണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കണ്ടവിടെ കൊടുക്കണമായിരുന്നു. പ്രതികളെ പിടികളിൽ ആശ്വാസം മാധ്യമങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിച്ചു. പോലീസും എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും കേരള പോലീസ് അഭിവാദ്യങ്ങൾ. പിന്നെ മാധ്യമങ്ങളും ഞങ്ങളോടൊപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ 28 ദിവസമായി. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ മാധ്യമങ്ങളും ഞങ്ങളോട് വളരെയധികം സഹകരിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വൈകാരികമായി പ്രതികരിക്കുകയാണ് ഷഹനയുടെ ബന്ധുക്കൾ. ഒക്കെ വൈകാരിക പ്രതികാരം. അഞ്ജു, തുടരൂ. എന്താണ് ഇപ്പോൾ അവർ പറയുന്നത്? വിനീത, വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് കുടുംബാംഗങ്ങളടക്കം നടത്തുന്നത്. ഇത്രയും ദിവസം പ്രതികളെ പിടികൂടാത്തതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടെങ്കിലും ഇപ്പോൾ പ്രതികളെ വലിയ തോതിൽ തന്നെ പിടികൂടി ഇവർക്ക് മുമ്പിൽ കൊണ്ടുവന്നതിൽ തന്നെ വലിയ തരത്തിലുള്ള ആശ്വാസവും അതുപോലെ തന്നെ കേരള പോലീസിന് അഭിവാദ്യമർക്കം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും തങ്ങളുടെ മകളെ വലിയ ക്രൂരമായിട്ട് ശാരീരിക പീഡനം അടക്കം ഏൽപ്പിച്ചിട്ടുള്ള പ്രതികൾക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് കുടുംബാംഗങ്ങളടക്കം ഇവിടെ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. കൊണ്ടുവന്നപ്പോഴും പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി പ്രതികളെ കൊണ്ടുപോകുമ്പോഴും ഇതേ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കാണുന്ന ആളുകളാണ് വിനീത. ഇതൊക്കെ ആളുകളൊന്നും പിരിഞ്ഞു പോവാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ സ്റ്റേഷന് മുന്നിൽ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയതിന് ശേഷം ഇനിയിപ്പോൾ തിരിച്ചു കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും ഇനി കോടതിയിൽ ഹാജരാക്കുക. അപ്പോൾ അതുൾപ്പെടെ കഴിഞ്ഞായിരിക്കും ഇവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും പോലീസ് ഇത് പ്രതിഷേധങ്ങളടക്കം കണക്കിലെടുത്ത് വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം അടക്കം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനിടയിലും പ്രതിഷേധങ്ങൾക്ക് ഒട്ടും കുറവില്ലാതെ തന്നെ ബന്ധുക്കളും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ ഇവിടെ തന്നെ തുടരുന്നുണ്ടായിരുന്നു. അത്തരത്തിലായിരുന്നു പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 26 ദിവസം പലയിടങ്ങളിലായിട്ട് കേരളത്തിന് പുറത്ത് ഇവർ എങ്ങനെ താമസിച്ചു, ആരൊക്കെ സഹായം ചെയ്തു, എവിടെയൊക്കെ നേരത്തെ വിനീത ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ജ്യൂസ് കടയിൽ
സ്റ്റൈൽ, ഒപ്പം തന്നെ ദിണ്ടിഗലിൽ സൽവാർ അടക്കം സിനിമ കാണാൻ വേണ്ടി ഇത്തരത്തിൽ പ്രതികൾ ഉല്ലാസയാത്ര നടത്തുകയായിരുന്നു പല സംസ്ഥാനങ്ങളിലടക്കം. ഇതിന്റെ അടക്കം ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് സഞ്ചരിക്കാൻ കാറ്, ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ ഒരു പിന്തുണ, അവരുടെ സഹായം, പണം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഇവർ ഇത്രയും ദിവസം അടക്കം ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനായി പോലീസ് സംഘം ഇവർ സഞ്ചരിച്ച വഴികളിലൊക്കെ ഇത്രയും ദിവസം പോയിട്ടുണ്ടായിരുന്നു. അവർ സഞ്ചരിക്കാനായിട്ട് അവരുടെ കൈകളിൽ മൊബൈൽ ഫോൺ അടക്കം ഇല്ലാഞ്ഞിട്ടും പല പോകുന്ന ആളുകളുടെ ഒക്കെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി അവർക്ക് ആവശ്യമുള്ള ആളുകളെ വിളിക്കുന്നുണ്ടായിരുന്നു. പോലീസ് അവിടെ എത്തുമ്പോഴേക്കും അത് അടുത്ത സ്ഥലത്തേക്ക് ഇവർ കടന്നു കളയുന്നു. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഇവർ കാർ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ശേഷമാണ് ഇന്നലെ ഇവർ ബംഗളൂരുവിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് ബസ് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇവരുടെ ബന്ധുവീട്ടിലേക്ക് വീണ്ടും എത്തിയതായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ പോലീസ് വളരെ സാഹസികമായിട്ട് പ്രതികളെ പിടികൂടി തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ഉടൻ തന്നെ വലിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യം തിരുവല്ലം സ്റ്റേഷനിൽ ഉണ്ടായത്. ഷഹനയുടെ ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. മഞ്ജു ജയപ്രകാശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.